ഹലോ, ഇന്ന് ഐശ്വര്യമായിട്ടൊരു പാട്ടിലൂടെയാണ് ഞാൻ തുടങ്ങാൻ പോണേ. പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പാട്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അയ്യോ പൂവേ പൂവേ താളം പൂവേ നെഞ്ചിൽ പൂവേ പൂവേ നെഞ്ചിൽ നാടോ ഞാന് ഞാന് പൂവേ. തുടങ്ങിയാൽ പിന്നെ തീരാത്ത പാട്ടായതുകൊണ്ട് ഞാനതങ്ങ് അവസാനിപ്പിച്ചു. നമുക്കിന്ന് ഹൈ റേഞ്ച് ട്രിപ്പ് ഉണ്ട്, ചെക്കന് മാല വാങ്ങിക്കണം. അപ്പോൾ എൻ്റെ നന്ദുമ്മയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അടിമാലിലെത്തി ഫുഡ് കഴിക്കാനൊക്കെ കയറി പുറത്തിറങ്ങാൻ വേണ്ടി എനിക്കിന്ന് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിലുള്ള കോസ്റ്റ്യൂമും മേക്കപ്പുമാണ് ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. സിമ്പിളായിട്ട് പുറത്ത് പോകേണ്ട സാഹചര്യങ്ങളിലും താല്പര്യമില്ലാതെ മടുത്ത് പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങളിലും മാത്രമാണ് ഞാൻ ഈ കോസ്റ്റ്യൂം ഇടാറുള്ളൂ. അത്രയ്ക്ക് സുഖം. ദാ ഈ വ്യക്തി എന്ത് കാര്യവും എൻ്റെ അടുത്താണ് ഷെയർ ചെയ്യുക. വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്തോ പിച്ചി മാന്തി കേസാണ്. നന്ദുവിനെ കുറിച്ചുള്ള കുറ്റാണ് ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും പരിഹാരം ഉണ്ടാക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ആശ്വസിപ്പിച്ചു വിട്ടു. ആറ്റുനോറ്റ അനിയത്തിയല്ലേ ഉള്ളൂ, അങ്ങോട്ട് ക്ഷമിക്കുക അല്ലേ. പരാതി കേൾക്കാനുള്ള ആരോഗ്യം ഇന്ന് എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് കോംപ്രമൈസ് ചെയ്തു. ആൻഡ് ഇതാണ് എൻ്റെ മോമി സാർ. ഇപ്പം ക്യാമറ കണ്ട എല്ലാവരും ഓടി വരും, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പിന്നെ കിൻഡർ ജോയ് കണ്ടു കഴിഞ്ഞാൽ ഏത് പിള്ളേരെയും പോലെ എൻ്റെ പിള്ളേരും ചാടി വീഴും. അതിൽ ടോയ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ബോയ്സിൻ്റെ കിൻഡർ ജോയെ മേടിക്കാറുള്ളൂ. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ കടയിലേക്ക് പോയി. അച്ഛനിവിടെ കടയുണ്ട്. പിള്ളേർ കണ്ടപാടെ 2 ടോർച്ച് അവിടെ നിന്ന് തൂക്കി. ഇനി ടോർച്ച് വെച്ച് കണ്ണിലേക്ക് അടിക്കുക, അപ്പുറത്തെ വീട്ടിലേക്ക് അടിക്കുക, അങ്ങനെ കുറേ പ്രതിഭാസങ്ങളൊക്കെ കാണാൻ പറ്റും. നന്ദുവാണ് ടോർച്ചിൻ്റെ ആള്. പക്ഷെ 2 പേർക്കും സെയിം സാധനം വാങ്ങിച്ചു കൊടുത്തില്ലേ, പിന്നെ പൊട്ടലായി ചീറ്റലായി. പിന്നെ വെറുതെ എന്തിനാ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. മാല മേടിക്കാൻ പോവാണ്. അടിമാലി സംഗീതം എന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിള്ളേർ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്, ഈ സോഫയിൽ കയറിയിരുന്നോളും. ഇതാ ഈ മാല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വേറെ ഒന്നും നോക്കാൻ പോയില്ല, അത് തന്നെ. പിന്നെ ഇതാ ഇതുപോലത്തെ റിംഗ് മോഡൽ ബ്രേസ്ലെറ്റ് നോക്കണമായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഡയമണ്ടാണ്, എന്താണെന്നറിയില്ല, കയറി പിടിക്കുന്നതൊക്കെ ഡയമണ്ടിലേക്കാണ്. പിന്നെ റിങ്ങുകളുടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ നിന്നാണ് റിങ് മേടിക്കാറുള്ളത്. ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കുറേ ഉണ്ട്. റിങ്ങുകൾ എൻ്റെ വീക്ക്നെസ് ആണ്. പിന്നെ എൻഗേജ്മെൻറ്റ് മോതിരത്തിൻ്റെ മേളിലിടാനായിട്ടൊരു റിങ്ങാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡ്രസ്സ് എടുക്കുന്ന പോലെ പോയി സ്വർണ്ണം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഒതുങ്ങി. പിന്നെ എൻ്റെ നന്ദുമ്മ ഇവിടെ ഡ്യൂട്ടിയിലാണ്. സോഫയുടെ അടിയിൽ എലിയുണ്ടോന്ന് ടോർച്ചടിച്ച് പൊന്നൂന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. പുള്ളിക്കാരി വണ്ടിയിൽ പോയി കിടന്നുറങ്ങി. നന്ദുവിന് ബോറടി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അങ്ങനെ ഇന്നത്തെ അടിമാലി പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കി പരിപാടി തൊടുപുഴയിൽ. കിൻഡർ ജോയുടെ കൂടെ കിട്ടിയ സാധനമാണിത്. ഇതിനെ വണ്ടിക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചു. ഇനി വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പരിപാടികളുണ്ട്. അടുത്ത ട്രിപ്പ് ഇറങ്ങണം. എല്ലാവരും മടുത്തു. പക്ഷെ കല്യാണ പെണ്ണ് അങ്ങനെ മടുക്കാൻ പാടില്ലല്ലോ. മടുത്തിട്ട് കാര്യമില്ല. ആദ്യത്തെ പരിപാടി നന്ദുവിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. പുള്ളിക്കാരിക്കൊരു പനി കഴിഞ്ഞിട്ട് നല്ല ചുമ വിട്ടുമാറാതെ നിൽക്കുകയാണ്. നെബുലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. കഫക്കെട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് ന്യൂമോണിയ ആയി മാറും. സോ നമുക്ക് വേഗം അത് മാറ്റിക്കളയാം. ഇത് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇതൊന്നൊരു പുത്തരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അടുത്തത് ഷോപ്പിങ്ങിന് പോകാം. സിൽക്കാനിലേക്കാണ് പോയത്. ഇവിടെ നിന്ന് നമുക്കൊരു 1000 രൂപയുടെ കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പർച്ചേസിനും നമുക്കിങ്ങനെ കൂപ്പൺ തന്നുവിടും. സോ നമ്മൾ വെറുതെ വഴിതെറ്റിക്കാനായിട്ട്. പിള്ളേർക്ക് തലേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് സെറ്റായിട്ടില്ല. ഫ്രോക്ക് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ജീൻസൊക്കെ മാറ്റി നമ്മൾ ഒരു കുട്ടിത്തം കൊണ്ടുവരാൻ നോക്കാം. കുട്ടിത്തം കുറച്ച് കൂടി പോയി, ആൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് വേറെ കളർ നോക്കാം. ഫ്രോക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ചേച്ചിക്ക് റിസപ്ഷൻ്റെ സാരി നോക്കുകയാണ്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള സാധനങ്ങളുടെ റേറ്റ് വെക്കുന്നില്ല. റേറ്റ് വെക്കുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം പൊന്നൂന് ധാവണി സെറ്റ് ചെയ്യാൻ പോവാം. റെഡും ഗ്രീനും കോമ്പിനേഷൻ പിടിക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാവരുടെയും മുന്നിൽ സാരി എടുത്തോണ്ടാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് നാണം വന്നു പുള്ളിക്കാരിക്ക്. സാരി എടുക്കണ ഇഷ്ടമാട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. സിൽക്കാനിൽ നൈറ്റ് ഡ്രസ്സിനുള്ള കളക്ഷൻസ് അടിപൊളിയാണ്. അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റും. ഏകദേശം പർച്ചേസിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. എന്നാലും എന്തെങ്കിലും അവസാന നിമിഷത്തേക്ക് ഉണ്ടാവും. അവസാന നിമിഷം ഓട്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് രാപ്പകലില്ലാണ്ടതാ ഇതുപോലെ പർച്ചേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിള്ളേരും വലിയവരും ഒക്കെ ഒരേപോലെ മടുത്തു. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം. പയ്യെ ഉറങ്ങാൻ പോവാണ്. ഇനി ബാക്കി പരിപാടികളൊക്കെ നാളത്തേക്ക് മാറ്റി വെച്ചു. ഇന്ന് ഇത്രേ ഉള്ളൂ. ശരിക്കും ടയേർഡായി. അപ്പം ടാറ്റാ.